ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നമുക്ക് കറികളൊന്നും ഇല്ലാത്തപ്പോൾ പെട്ടെന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എഗ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. എഗ് റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് റൈസാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ സോന മസൂരി റൈസാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, അങ്ങനെ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു കുക്കറിലോട്ട് ഇട്ടിട്ട് ഒരു വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആദ്യം 2 സവാള മീഡിയം സൈസ് നീളത്തിൽ അരിഞ്ഞു വെച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സമയം തന്നെ നമുക്ക് ഇതിലോട്ട് ഒരു 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചതും കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയം നമുക്ക് ഇതിലോട്ടുള്ള ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ റോസ്മെല്ലെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 തക്കാളി ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളിയുടെ റോസ്മെൽ മാറുന്ന വരെ നമുക്കൊന്നത് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം കൂടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടിയിലെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് വേണമെങ്കിൽ കൂട്ടിയും കുറച്ച് എടുക്കാവുന്നതാണ്. ഒരു മുളകിൻ്റെ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചെടുക്കാം. അപ്പോൾ എല്ലാം കൂടെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നോക്കി മസാലയെല്ലാം ഇതുപോലെ സൈഡിലോട്ട് മാറ്റിയിട്ട് ഇതിലേക്ക് എഗ്ഗും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 എഗ്ഗാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അത് കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി ബീറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതും കൂടെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചിട്ടൊന്ന് എഗ് ബജ്ജിയാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ എഗ്ഗ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉള്ളിയും തക്കാളിയും എല്ലാം ഇതിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച റൈസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഓൾറെഡി റൈസിലും ഈ മസാലയിലെല്ലാം ചേർത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് റൈസ് ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അല്പം പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ പെപ്പർ പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതും കൂടെ റൈസിൽ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് അല്പം മല്ലിയില കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എഗ് റൈസ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം.
ഇപ്പം ഞാൻ നമ്മുടെ എഗ് റൈസ് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് തൈരിൻ്റെ കൂടെയും പിക്കിളിൻ്റെ കൂടെയെല്ലാം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ പിള്ളേർക്കെല്ലാം ലഞ്ചിന് കൊടുത്തു വിടാനും നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുത്തു വിടാനും പറ്റുന്നതാണ്. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്